നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയത്തിനു വേണ്ടി AICCയുടെ ജനറൽ സെക്രട്ടറിയും വയനാട് MP-യുമായ പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ പര്യടനത്തിന് എത്തിയിരിക്കുകയാണ്. വലിയ സ്വീകരണമാണ് പ്രിയങ്ക ഗാന്ധിക്ക് നൽകുന്നത്. കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും പ്രിയങ്കയുടെ വാക്കു കേൾക്കാൻ, അവരെ കാണാൻ, അവരുടെ പ്രസംഗം ശ്രവിക്കാൻ വലിയ ആൾക്കൂട്ടമാണ് സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം എത്തുന്നത്. പ്രിയങ്ക പങ്കെടുത്ത റോഡ് ഷോയിൽ റോഡിനിരുവശത്തും ആയിരക്കണക്കിന് UDF പ്രവർത്തകരാണ് പ്രിയങ്ക ഗാന്ധിയെ വരവേൽക്കാനെത്തിയത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രിയങ്ക പറയുന്നത് ദീർഘവീക്ഷണമില്ലാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. കേരളത്തിലെ സ്ത്രീകൾക്ക് സുരക്ഷയില്ല, വൻകിട പദ്ധതികളില്ല, യുവാക്കളുടെ ഭാവി ശോഭനമാക്കാനുള്ള യാതൊരു പദ്ധതിയും ആവിഷ്കരിക്കാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കട്ട ആളുകളെ സംരക്ഷിക്കുന്ന സർക്കാരിനെതിരായ വിധിയെഴുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് പ്രിയങ്ക ഗാന്ധി ഓരോ പൊതുസമ്മേളന വേദികളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കേരളം തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ അമരുമ്പോൾ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കന്മാരുടെ വരവ് വലിയ ഊർജ്ജമാണ് കോൺഗ്രസ് പാർട്ടിക്ക് നൽകുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് പരസ്യപ്രചരണം തീരാൻ കേവലം മണിക്കൂറുകൾ മാത്രം ബാക്കിയിരിക്കെ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാർ കേരളത്തിലെത്തിയിരിക്കുന്നത്. വയനാട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും അതോടൊപ്പം തന്നെ കണ്ണൂരിലുമാണ് പ്രിയങ്ക ഗാന്ധിയുടെ പര്യടനം നിശ്ചയിച്ചിരിക്കുന്നത്. ആ പ്രിയങ്ക ഗാന്ധി കേരളത്തിലെത്തുമ്പോൾ കേരളത്തിലെ സ്ത്രീകളടക്കമുള്ള ഒരു വലിയ വിഭാഗം വോട്ടുകൾ, കോൺഗ്രസിന് ലഭിക്കാതിരിക്കുന്ന വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പിൻ്റെ പ്രതീക്ഷ. ഐക്യജനാധിപത്യ മുന്നണി വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ഈ തെരഞ്ഞെടുപ്പിനകത്ത് പ്രിയങ്ക ഗാന്ധിയുടെ വാക്കുകൾ ഒരു ചാട്ടുളി പോലെ ജനങ്ങളുടെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ തറയ്ക്കുമെന്നും ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന CPM-നെ കൂടുതൽ പ്രതിരോധത്തിലാക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് കഴിയുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പിൻ്റെ കണക്കുകൂട്ടൽ. പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിയെ പ്രിയങ്കയിലൂടെ കാണുന്ന ആളുകൾ ഇപ്പോഴും ഈ സംസ്ഥാനത്തിനകത്തുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ആവേശമായിരുന്നു ഇന്ദിരാഗാന്ധി. അതേ ഇന്ദിരാഗാന്ധിയിൽ നൽകുന്ന ആവേശം പ്രിയങ്ക കേരളത്തിലെത്തുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകുന്നുണ്ട്. ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളുടെ വിജയത്തിനാവശ്യമായ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്താൻ പ്രിയങ്ക കേരളത്തിലെത്തിയെത്തിയപ്പോൾ പ്രിയങ്കയ്ക്ക് നൽകിയ സ്വീകരണം അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. മീനച്ചൂടിനെ വെല്ലുന്ന തെരഞ്ഞെടുപ്പ് ചൂടാണിപ്പോൾ കേരളത്തിലുള്ളത്. ആ ചൂടിനെയെല്ലാം വകഞ്ഞുമാറ്റി ആർത്തലയ്ക്കുന്ന ആയിരങ്ങൾ സൂചിപ്പിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ആ വിജയത്തിന് മാറ്റുകൂട്ടാൻ, അവരുടെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ പ്രിയങ്ക ഗാന്ധി എത്തുമ്പോൾ ആ സ്നേഹം അവർ പ്രിയങ്കയ്ക്ക് കൂടി നൽകുകയാണ്. ഐക്യജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുമെന്ന പ്രതീക്ഷയും പ്രത്യാശയുമാണ് പ്രിയങ്ക ഗാന്ധി പങ്കുവെക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ച് കേരളം അവരുടെ ഒരു തട്ടകമായ മണ്ണുകൂടി എന്ന് വിശേഷിപ്പിക്കാം. കാരണം വയനാട്ടിൽ നിന്നുള്ള MP-യാണ് പ്രിയങ്ക ഗാന്ധി. മുണ്ടക്കൈ ചൂരൽമലയിൽ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ അവിടുത്തെ ജനങ്ങളെ ചേർത്ത് പിടിച്ച വയനാട്ടുകാരുടെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും എല്ലാം അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പ്രിയങ്ക ഗാന്ധിയുടെ വരവ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്ക്, UDF-ൻ്റെ സ്ഥാനാർത്ഥികൾക്ക് നവചൈതന്യമാണ് നൽകിയിരിക്കുന്നത്, പുതിയ ഊർജ്ജമാണ് നൽകിയിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയ മണ്ഡലങ്ങളിലെല്ലാം പുഷ്പം പോലെ വിജയിച്ചു കയറാമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് ക്യാമ്പ് പങ്കുവെക്കുന്നത്. പ്രിയങ്കയ്ക്കൊപ്പം രാഹുൽ കൂടി മറുഭാഗത്ത് കോൺഗ്രസിന് വേണ്ടി പ്രചരണം ഏകോപിപ്പിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കന്മാരായ DK ശിവകുമാർ, സിദ്ധരാമയ്യ, അതോടൊപ്പം തന്നെ സച്ചിൻ പൈലറ്റ് ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കന്മാർ കൂടി കളം നിറയ്ക്കുന്ന ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഐതിഹാസികമായി വിജയം നേടാൻ പ്രിയങ്ക അടക്കമുള്ളവരുടെ വരവ് കരുത്ത് പകരുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് ക്യാമ്പ് പങ്കുവെക്കുന്നത്. വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ വരവിനെ കോൺഗ്രസ് പ്രവർത്തകർ നോക്കിക്കാണുന്നത്. പ്രിയങ്കയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ കേരളം നേരിടുന്ന പ്രശ്നങ്ങളൊന്നും അവർക്ക് വളരെ കൃത്യമായി അറിയാൻ കഴിയുന്നതാണ്. കാരണം വയനാട് MP എന്ന നിലയിൽ പ്രിയങ്ക ഇടപെട്ട വിഷയങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ വയനാട്ടിൽ മാത്രമല്ല, വയനാട് ലോക്സഭാ മണ്ഡലം മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായി നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ വയനാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, വന്യമൃഗ ശല്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലൊന്നും കാര്യക്ഷമമായ ഒരു നിലപാടെടുക്കാൻ, നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധിക്ക് ഈ വിഷയങ്ങളെല്ലാം കൃത്യമായി അറിയാം. കേരളത്തിലെ ജനങ്ങളുടെ നിത്യേന എണ്ണവണ്ണം അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആണവർ അഡ്രസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ പ്രിയങ്ക കൂടി പങ്കുചേരുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും വലിയ ആവേശത്തിലാണ്. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട മണ്ഡലങ്ങളടക്കം പ്രിയങ്കയുടെ വരവോടുകൂടി തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പിൻ്റെ ശുഭാപ്തി വിശ്വാസം.